ആശമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിക്കും. മാനദണ്ഡം പരിഷ്കരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്നും സുരേഷ് ഗോപിയുടെ ഉറപ്പ്. ആശാവർക്കർമാരുടെ സമരവേദി സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സമരക്കാർക്ക് പിന്തുണയുമായി BDJS-ഉം എത്തി. അതേസമയം സമരക്കാരോട് പ്രതികാര നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 20ാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. സമരവേദിയിലെത്തിയ സുരേഷ് ഗോപി പ്രവർത്തകർ ഓരോരുത്തരുമായി പ്രത്യേകം സംവദിച്ചു. ആശമാരുടെ സമരത്തെ ആരും താഴ്ത്തിക്കെട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി വിഷയം പ്രധാനമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അറിയിച്ചു. കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ? ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ഇത് വിഭാവനം ചെയ്ത് സ്ഥാപിതമാവുന്ന കാലത്ത് ചില മാനദണ്ഡങ്ങളുണ്ടാവും. ആ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാം. ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച ശേഷം ആശാവർക്കർമാരോടൊപ്പം പരമാവധി സമയം ചിലവഴിക്കുകയും പ്രവർത്തകർക്കൊപ്പം നൃത്തം വെച്ച ശേഷവുമാണ് മന്ത്രി മടങ്ങിയത്. സുരേഷ് ഗോപിയുടെ സന്ദർശനം ഊർജം പകരുന്നതായി സമരസമിതിയും പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ സന്ദർശനത്തെയും ഈ പിന്തുണയും ഞങ്ങൾ വളരെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സമരത്തെ ഊർജിതപ്പെടുത്താണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് സംസാരിക്കാം. അദ്ദേഹത്തിന് ഇതിനകത്ത് കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് അത് പരമാവധി നേടിത്തരാനുള്ള ഒരു പരിശ്രമം അദ്ദേഹം ചെയ്യാനാണ് പറഞ്ഞത്. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് BDJS തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും സമരപ്പന്തലിലെത്തി. തൊഴിലാളികളോട് കൂറ് പുലർത്തേണ്ട ഒരു ഗവൺമെന്റ് അവർക്ക് വിരുദ്ധമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു തെളിവാണ് ഇന്നിവിടെ നാം കാണുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന ഒരു തൊഴിലാളി ഗവൺമെന്റ് ഇങ്ങനെ നിഷേധാത്മകമായ ഈ ഒരു പ്രവൃത്തിയോട് നമുക്ക് വിയോജിപ്പുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയും ഇവർക്ക് വേണ്ടുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അതേസമയം സമരം ശക്തമാകുമ്പോൾ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ആശാവർക്കർമാർക്ക് പകരം പുതിയ ഹെൽത്ത് വളണ്ടിയേഴ്സിനെ കണ്ടെത്തി പരിശീലനം നൽകാനാണ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴി സർക്കാർ ഒരുങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.